ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും ആളുകൾക്ക് മുമ്പില് വലിയൊരു പെർഫോമൻസ് തന്നെ നടത്തിയെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് സാറിന്റെ ഈ സ്നേഹപ്രകടനം ഗാഥ മാഡത്തിന് താല്പര്യമില്ലെന്നാ തോന്നുന്നേ, അല്ലേ മാഡം? എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകളുണ്ടോ? സമ്പന്നയായ സിത്താര ശ്രീനിവാസന്റെ മകളായി ജനിച്ചു വളർന്നു. കോളേജിൽ മറ്റേതെങ്കിലും ആക്ടിവിറ്റികൾ, എന്തെങ്കിലും ഒരു കഴിവ് ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സോ കഴിവുള്ളവരോട് മമ്മിക്ക് സ്നേഹം തോന്നും. എന്നോടത് തോന്നാനും സാധ്യതയില്ല. ഗാഥ, പറഞ്ഞു നീ വെറുതെ വിഷയങ്ങൾ വഷളാക്കുകയാണ്. എനിക്ക് എന്നും മോളെ നിന്നെക്കുറിച്ച് അഭിമാനമേ ഉള്ളൂ. നിന്നെ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മകള്. മതി മമ്മി, ഇനി മമ്മി ഇത് എന്നോട് പറയണ്ട. ഐ ആം നോട്ട് പെർഫെക്റ്റ്. മമ്മി എനിക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും സമ്പൂർണ്ണ പരാജയമായിരുന്നു. ഓക്കെ, എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൃഷ്ണയെ വേഷം കെട്ടി മമ്മി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ദെൻ വാട്ട് ഹാപ്പൻഡ്? നവീൻ ഇപ്പോ ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവള് കൃഷ്ണയാ. ഓരോ നിമിഷം കഴിയും തോറും അവരുടെ അടുപ്പം കൂടിക്കൊണ്ടേയിരിക്കാം. ഈ 41 ദിവസം കഴിയുമ്പോ താൻ ഗാഥയല്ല കൃഷ്ണയാണെന്ന് പറഞ്ഞാ കൂടെ നവീൻ അവളുടെ അടുത്ത് പോവാൻ പറയുന്ന മമ്മിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോന്ന്? അങ്ങനൊന്നും സംഭവിക്കില്ല ഗാഥാ മാഡം. ഗാഥാ മാഡം ആണെന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാണല്ലോ നവീൻ കൃഷ്ണയോട് പെരുമാറുന്നത്. പ്ലേ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളോട് പോയി പറഞ്ഞാ മതി ഇമാതിരി കഥകളൊക്കെ. സിനിച്ചേച്ചി, നാളെ അവള് മമ്മിയുടെ മുന്നിൽ വന്നു നിന്ന് നവീൻ എനിക്ക് പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഈ നിൽക്കുന്ന മമ്മിയെ അത് സമ്മതിച്ചു കൊടുക്കും. ഗാഥ, സ്റ്റോപ്പ് ഇറ്റ്. ആരോപണങ്ങൾ കേട്ടിരിക്കുന്നതിന് ഒരു അതിരുണ്ട്. എന്റെ സിറ്റുവേഷൻ എന്താന്ന് മനസ്സിലാക്കാതെ നീ സംസാരിക്കുന്നത്. മമ്മി ഇപ്പോഴും മമ്മിയുടെ സിറ്റുവേഷനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എന്നെ കുറിച്ച് സംസാരിക്കാനില്ല. നിന്നെ കുറിച്ചേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. നിന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളൂ. മോളെ, എങ്ങനെയെങ്കിലും ഈ 41 ദിവസം ഒന്ന് കഴിഞ്ഞു പോട്ടെ. അത് കഴിഞ്ഞാൽ തീരുമില്ല പ്രശ്നമല്ല. തീരും. അത് കഴിഞ്ഞ എല്ലാം തീരും. അല്ലെങ്കിൽ ഞാനത് തീർക്കും. പോട്ടെ മാം. എത്ര പറഞ്ഞാലും ഗാഥാ മാഡത്തിന് മനസ്സിലാവില്ല. സിനി, ഇനി കൃഷ്ണനെ കുറിച്ച് നമ്മൾ തമ്മിലൊന്നും സംസാരിക്കണ്ട. എന്റെ മോക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തുകൂടാ. ഓരോ നിമിഷവും പേടി കൂടി വരിക. എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടോ മാണിക്കുഞ്ഞെ, താൻ എനിക്ക് വേണ്ടി എത്ര വിവാഹാലോചന കൊണ്ടുവന്നിട്ടുണ്ട്, എത്ര കുട്ടികളുടെ ഫോട്ടോ അമ്മയെ കാണിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഇത്ര അഭിമാനത്തോടു കൂടി ഇവിടെ നിൽക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി, ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അവരൊക്കെ ഇന്ന് വാതോരാതെ എന്നെയും എന്റെ കമ്പനിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞു. ഓൺലി ബിക്കോസ് ഓഫ് മൈ വൈഫ് ഗാഥ. ഒരു വിവാഹത്തിലൂടെ സ്വർഗം കണ്ടെത്തണമെന്ന് പറയുന്നത് ഇയാളെ പോലെ ഒരാൾ കൂടെ ഉണ്ടാവുമ്പോഴാണ്. അത് ഞാൻ സമ്മതിച്ചു സാറേ. സത്യത്തിലേ ഇത്രേ ആളുകളെ കാണുമ്പോ ഗാഥമാട ഒന്ന് പരിഭ്രമിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ എന്താ പറയാ, ഗാഥമാട എല്ലാരെയും അമ്പരപ്പിച്ച് കളഞ്ഞില്ലേ? ഗാഥ, നമ്മുടെ കമ്പനി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വർക്കാ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അതിനൊരേ ഒരു കാരണം താൻ മാത്രമാണ്. താൻ നോക്കിക്കോ, താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ
ഇതുപോലെ ഒരിക്കലും പറ്റാത്ത ഐഡിയാസ് തനിക്കുണ്ടെങ്കിൽ നമുക്കിനി വിജയങ്ങൾ മാത്രമേ ഉണ്ടാവൂ. തൊട്ടടുത്ത എതിരാളി നമ്മൾ ഭയക്കും. അല്ലടോ മാണിക്കുഞ്ഞ്? സാറേ, ഇത്രയും നാളും തൊട്ടടുത്ത എതിരാളി എന്ന് പറയുന്നത് ദേ ഗാഥപാഠത്തിന്റെ മമ്മി തന്നെ ആയിരുന്നല്ലോ. ഒന്ന് പോടോ. സിത്താരമേളമായിട്ട് ഇനി നമുക്ക് ഒരു മത്സരവും ഇല്ലല്ലോ. നമ്മളൊന്നല്ലേ? അല്ലേ ഗാഥ? ഗാഥ, താൻ എന്റെ ഭാഗ്യമാണ്. കാര്യം ശരിയാ, ഞാനൊരു ബിസിനസ്മാനൊക്കെ ആയിരുന്നു. ബിസിനസിന്റെ ചക്രവാളങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിൽ എനിക്ക് മിടുക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് ലക്ഷ്യബോധമില്ലാത്ത ആടി ഉലഞ്ഞൊരു പോക്കായിരുന്നു. ബട്ട് നൗ ഞാൻ സ്റ്റേബിളാണ്. ജീവിതത്തിൽ ഇനി എന്തൊക്കെയോ നേടാനുള്ളത് പോലെ. ആ തോന്നൽ എനിക്ക് ഉണ്ടാക്കി തന്നതും അതിലെനിക്ക് വിശ്വാസം തന്നതും താനാ. തന്റെ സ്നേഹം, എന്റെ കുടുംബത്തിനോട് താൻ കാണിക്കുന്ന കരുതൽ, ഇതിനൊക്കെ സ്നേഹം കൊണ്ടല്ലേ മറുപടി പറയാൻ പറ്റൂ. എല്ലാ കടങ്ങളും ഞാൻ വീട്ടിക്കോളാം. ഈ ജീവിതം മുഴുവൻ തന്നെ സന്തോഷത്തില് കൊണ്ടു നടന്നോളാം. എന്തുപറ്റി? ഒന്നുമില്ല, നമുക്ക് പോവാം. സാറേ, ഇത്രയും ആളുകൾക്ക് മുമ്പില് വലിയൊരു പെർഫോമൻസ് തന്നെ നടത്തിയെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് സാറിന്റെ ഈ സ്നേഹപ്രകടനം ഗാഥ മാഡത്തിന് താല്പര്യമില്ലെന്നാ തോന്നുന്നേ. അല്ലേ മാഡം? ഗാഥ, ബാപ്പോ. എടാ മാണിക്കുഞ്ഞ്, ആ ഓഫീസിൽ വൃന്ദയില്ലേ? ഉണ്ട് സാറേ. ഓക്കെ, എങ്കിൽ താൻ ആ വൃന്ദയെ വിളിച്ചിട്ടേ എഗ്രിമെന്റിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറ. എന്നിട്ട് നമുക്ക് ഇപ്പൊ തന്നെ പോയി ഗാഥത്തിലേക്ക് സൈൻ ചെയ്യട്ടെ. ഓ, അല്ലെങ്കിൽ പൂജയും വ്രതമൊക്കെ ആയിട്ട് ഇയാളെ കിട്ടിയില്ലെങ്കിലോ? അത് നവീൻ, പ്രൊജക്റ്റില് ഒപ്പിടാനൊന്നും ഞാനില്ല. ഓഫീസിൽ വരാനൊന്നും എന്നെ നിർബന്ധിക്കരുത്. അതെങ്ങനെയാ താൻ പ്രൊജക്റ്റിൽ ഒപ്പിടാതെ? എടോ, തന്റെ പേരിലല്ലേ പ്രൊജക്ട്? അതാ വേണ്ടെന്ന് പറഞ്ഞത്. അതൊക്കെ നവീന്റെ പേരിൽ മതി. ഒരു കാരണവശാലും നടക്കത്തില്ല. ഇനിയിപ്പോ ഞാൻ സമ്മതിച്ചാൽ തന്നെ അവിടെ ഇരിക്കുന്നവരുണ്ടല്ലോ, അവരാരും അതിന് സമ്മതിക്കില്ല.